പോടാ. ചാക്കോ, ഇനി നിങ്ങൾ എന്ന പദത്തെ സൂചിപ്പിക്കാൻ നമ്മൾ തും ഉപയോഗിക്കുന്നു. താങ്കൾക്ക് തുല്യമായിട്ടുള്ള ചാക്കോ, ചാക്കോ, എവിടെ പോയി കിടക്കുമായിരുന്നു? പോയി എല്ലാരും വിളിക്കുക. അർജന്റ് മീറ്റിംഗ്, അർജന്റ് മീറ്റിംഗ്. ഓക്കെ സാർ. ഇത്തവണത്തെ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് ഉണ്ടോ? ഇത് കണ്ടോ? ആ നാറി സുന്ദരൻ പണിക്കരുടെ എക്സലൻസിനെ 19 ഫസ്റ്റ് ക്ലാസ്, 16 ഡിസ്റ്റിങ്ഷൻ. നമുക്കോ 6 ഫസ്റ്റ് ക്ലാസ്, 0 ഡിസ്റ്റിങ്ഷൻ. പിന്നെ തോറ്റവരുടെ എണ്ണം പറയേ വേണ്ട. നിങ്ങളൊക്കെ ഇവിടെ എന്ത് മലയാണ് മറിക്കുന്നത്? ഞാൻ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ കണക്കിലും ഇംഗ്ലീഷിലും വീക്കാണ്. സാറേ, അത് ടീച്ചർ ഒന്നും മിണ്ടണ്ട. ഹിന്ദി നമ്മൾ ബെസ്റ്റാണ്. ഹിന്ദിയിൽ മാത്രമേ ഉള്ളൂ ബെസ്റ്റ്. ബാക്കി എല്ലാ വിഷയങ്ങളിലും നമ്മൾ പതിവ് പോലെ മുട്ടയിട്ടു. പരീക്ഷയിൽ ആനമുട്ട കിട്ടാതിരിക്കണമെങ്കിൽ എക്സലൻസിൽ ചേർക്കൂ. ആ കാബർക്കി സുന്ദരന് എന്നെ താറടിക്കാൻ ഒരു അവസരം കൊടുത്തപ്പോ നിങ്ങളെല്ലാവർക്കും തൃപ്തിയായല്ലേ? ഞാൻ എത്ര കാലമായി പറയുന്നത് സാറേ, ഈ വെറ്റാളേക്കൊന്ന് മാറ്റി പിടിക്കാൻ. സാറിന്റെ നല്ല മനസ്സിന് സമ്മതിക്കുന്നില്ല. അത് തന്നെ എക്സലൻസിനെ ഇപ്രാവശ്യം കഴിഞ്ഞ തവണത്തേക്കാൾ 20% കൂടുതൽ. 20. അത് മറക്കണ്ട. നിങ്ങളെല്ലാവരും കൂടി എന്നെ കുത്തുപാളെടുപ്പിക്കരുത്. നമ്മുടെ പിള്ളേർ കണക്കിലും ഇംഗ്ലീഷിലും മാത്രമല്ല ബാക്കി എല്ലാ വിഷയങ്ങളിലും പുറകിലാണ്. ഈ തവണ നമ്മൾ റിസൾട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ ഈ സ്ഥാപനം അടച്ചു പൂട്ടും. അല്ലേല് നിങ്ങളെല്ലാവരെയും പറഞ്ഞു വിട്ട് കൊള്ളാവുന്ന ടീച്ചേഴ്സിനെ ഞാൻ കൊണ്ടുവരും. എന്നാ സാറങ്ങ് പറഞ്ഞു വിടണോ? മാസം കിട്ടുന്ന 60 രൂപയ്ക്ക് ചെയ്യേണ്ടതിനപ്പുറം ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. സാറ് തെറ്റിദ്ധരിക്കണ്ട. ബേസ്മെന്റ് പൊളിഞ്ഞു. സാർ അതെയോ അത് നന്നാക്കാൻ നോക്ക്. സത്യശീലൻ സാറേ, കൊത്തി കൊത്തി അങ്ങ് മുറത്തി കയറി കൊത്തല്ലട്ടാ. ചാഞ്ഞ മരാണെന്ന് കരുതി വെറുതെ മാങ്ങ പറിക്കാൻ നിൽക്കണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇത് വെറും ഒരു പരസ്യവാചകമല്ല. ഈ വർഷത്തെ SSLC റിസൾട്ടിൽ എക്സലൻസ് ട്യൂട്ടോറിയൽ അഭിമാനകരമായ നേട്ടം കൈവരിച്ചിരിക്കുന്നു. ഒട്ടിക്കട, എല്ലാ സ്ഥലത്തും ഒട്ടിക്കും. ഈ നാട്ടില് ഒറ്റ ട്യൂട്ടോറിയൽ മതി. സാറേ, അരിശ്രീ ഗോപി വരച്ചല്ലേ, പിന്നെന്തിനാ അവരിത്ര ആർഭാദം ആ SSLC റിസൾട്ട് വന്ന ദിവസം നീ അവന്റെ മോന്തല്ലേ പകയെടുത്ത പാമ്പിനെ പോലെ ആയിരുന്നു. ആ ട്യൂട്ടോറിയൽ നമുക്ക് പൊട്ടിക്കണം. പൊട്ടിച്ചാൻ പറ്റും. പൊട്ടിക്കേ. ആഹാ, ഒട്ടിപ്പാളിസായ ടീമൊക്കെ എത്തിയല്ലോ. അയ്യോ, നോട്ടീസ് ആയിട്ടാണല്ലോ വരവ്. ഒട്ടിപ്പാളിസായവരെ നോട്ടീസ് ഒട്ടിച്ചിട്ട് എന്താ കാര്യം? മൈക്കിട്ട് വിളിച്ചു പോയിട്ട് എന്താ കാര്യം? ഒട്ടിക്കടാ, ഒട്ടിക്കേ. നോക്ക് നിൽക്കാതെ അവന്റെ നെഞ്ചത്തൊട്ടിക്കടാ. അന്നെ നിന്റെ മുട്ടത്താപ്പേ അങ്ങ് ഹരിശ്രീയുടെ കഴക്കോല് മതി. പണിക്കരടുത്ത് വേണ്ട കേട്ടോ. പണിക്കരടുത്ത് വേണ്ട. പണിക്കരെ എണ്ണിക്കോ. ഇനി 2 മാസം നിന്റെ എക്സലൻസ് ട്യൂട്ടോറിയൽ പൂട്ടി അവിടെ കുഴികുത്തി വാട വെച്ചില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്കിടോ. പോടാ പോടാ, പട്ടിക്ക് ഒരു പുതിയ പേര് കണ്ടുപിടിച്ചോ. വരീണ, വിജയിച്ചവർക്ക് എന്തിനാ നോട്ടീസ്? വരീണ, ഒന്ന് പോടാ പോടാ. പൊട്ടിക്കടാ. മക്കളെ വരാൻ ഞാൻ വന്നോളാം. ശശിയങ്ങ് പോയേക്കരുത്.
അയ്യോ എല്ലാം പോയല്ലോടാ മോനെ. ഒക്കെ ആശാൻ വരുത്തരാം. അവന്റെ പഴഞ്ചോറും ചമ്മന്തിയും സാമ്പാറും ഒക്കെ അതെ എല്ലാം ആശാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ധൈര്യമായിട്ട് കൊണ്ടുപോയി കളിച്ച. നീയാണോടാ പിള്ളേർക്ക് അച്ഛനും പറഞ്ഞു കൊടുക്കാൻ നടക്കണത്? മനുഷ്യനുണ്ടല്ലോ പറഞ്ഞ വാക്കിന് വില വേണം. ആശാൻ അതിന് വണ്ടി ഇടിച്ചിട്ട് കാണോ? ഇടിച്ചിട്ട് പണ്ടം പരിപ്പും കിളക്കലോടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. 5 മാസം കഴിഞ്ഞല്ലോടാ ശശി നീ എന്റെ പലിശ വന്നിട്ട്. എന്റെ കൂടും കുടുക്കൊക്കെ വീട്ടിൽ നിന്ന് പൊടി എറിഞ്ഞിട്ടും അന്തിക്കട കൊടുക്കാൻ പോടാ ഞാൻ. എനിക്കിത്തിരി സാവകാശം തന്നെ പരമാശനെ. കുട്ടികളുടെ ഫീസ് ഒരു 100 രൂപ കിട്ടാനുണ്ട്. കിട്ടിയാൽ ഞാൻ ഉടനെ അവിടെ കൊണ്ടെത്തിക്കാം. 100 കുണുവയാ എന്റെ പലിശ പണത്തിൽ എത്രയോടാ നാറിയത്. നിങ്ങളത് മുതലിലോ പലിശയിലോ എവിടെയാന്ന് വെച്ചാൽ അത് പഠിപ്പിക്കോ. 1-2 മാസത്തിനുള്ളിൽ ഞാൻ മുഴുവൻ ബാധ്യതയും തീർത്തോളാം. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാ 2 മാസം. അതിനിടയിൽ നീ എന്റെ മുതലും പലിശയും തിരിച്ചു തരാമെന്ന് വാക്ക് പറഞ്ഞില്ലടാ. വാക്ക് തെറ്റിച്ച പരമുന്റെ തനിക്കോണം നീ അറിയും. അറിയാലോ. ശരി സാറേ, ഇന്ന് വൈകിയല്ലോ. സൈക്കിളൊന്ന് മറിഞ്ഞു, അതാ വൈകിയേ. ആ മതി മതി മതി. ഇന്നത്തെ ഇമ്പോസിഷൻ എടുത്തേ. നോക്കട്ടെ എവിടെ എഴുതി ഇമ്പോസിഷനൊക്കെ എവിടെ നോക്കട്ടെ. കുമാരി ചേച്ചി പാത്രം ഒന്ന് കഴിത്തരാം. മൊത്തം ചെളിയാ. നോക്കട്ടെ എല്ലാവരും എഴുതി നോക്കട്ടെ. ഓ മഴ തുടങ്ങിയല്ലോ സാറേ. ആ ചേട്ടാ, ഓ ഞാനൊരു കാര്യം പറയാൻ ഇരിക്കായിരുന്നു. എന്താ സാർ? എനിക്കൊരു 10 രൂപ മുൻകൂർ തരാം. ഇത് പറഞ്ഞതിൽ കൂടുതലുണ്ടല്ലോ. മാഷിനെന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? 3 മാസത്തെ പൈസ മുൻകൂറുണ്ട്. വലിയ ഉപകാരം ആചാര്യ. അല്ലടോ, പകലന്തിയോളം തെണ്ടിത്തിരിഞ്ഞ് പഠിപ്പിച്ചിട്ടും അനക്ക് 10 രൂപ മിച്ചം പിടിക്കാൻ പറ്റണില്ലല്ലോ. ഇതാണ് നാട്ടിൽ പണിയെടുത്താലുള്ള കുഴപ്പം. നായി നയിക്കണ പോലെ നയിച്ചാലും 10 റുപ്യ ഉണ്ടാക്കാൻ പറ്റൂല. പേർഷ്യക്ക് പോണത് തന്നെയാ നല്ലത്. അനക്ക് ഞാനൊരു വിസ ഒപ്പിക്കട്ടെ? അതിന് വിസയ്ക്കുള്ളത് കാണണ്ടേ? എൻ്റെ ആണെങ്കിൽ ഒന്നുമില്ല. പിന്നെ നാട്ടിൽ നിൽക്കാനാണ് എനിക്കിഷ്ടം. പിള്ളേർക്ക് 4 ലക്ഷം പറഞ്ഞു കൊടുക്കണം. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസമുള്ളൊരു തലമുറ വളർത്തിക്കൊണ്ടുവരണം. അതിന് എന്നാൽ കഴിയുന്നത് ചെയ്യും. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാടിന്റെ അഭിമാനമായ എക്സലന്റ് ട്യൂട്ടോറിയൽസ് ഈ വർഷവും SSLC പരീക്ഷയിൽ വിജയത്തിന്റെ വെന്നിക്കൊടി പറപ്പിച്ചിരിക്കുകയാണ്. പേരിന് മാത്രം ഹരിശ്രീയുള്ള അക്ഷരങ്ങൾ എഴുതിക്കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത അധ്യാപകർ പഠിപ്പിക്കുന്ന ചില ട്യൂട്ടോറിയലുകൾ ഈ നാടിന്റെ അപമാനമാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിച്ചുകൊള്ളുന്നു. ഇത്തവണ SSLC പരീക്ഷയിൽ 80% മാർക്ക് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ 80% മാർക്ക് നേടി നമ്മുടെ നാടിന്റെ അഭിമാനമായിട്ട് മാറിയ നമ്മുടെ മണിച്ചേട്ടന്റെ പൊന്നോമന പുത്രി കുമാരി PK രമണിയെ ആദരിക്കുവാനാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. PK രമണിയെ അനുമോദിക്കുന്നതിനായി, പൊന്നാടയണിച്ച് അനുമോദിക്കുന്നതിനായി നമ്മുടെ നാടിന്റെ അഭിമാനമായ ശ്രീ MLA വട്ടയത്ത് ഗോപിച്ചേട്ടനെ ഞാൻ ക്ഷണിച്ചോളൂ. മുന്നും പിന്നും നോക്കാതെ ഞാൻ കായിൽ തുപ്പല് തൊടില്ലാന്ന് അറിയാലോടാ സുധാരാനക്ക്. അറിയാം. 100ക്ക് 10 പലിശ. പക്ഷെ എനിക്കത് വരവ് നാളിൽ തന്നെ കിട്ടണം. മുടക്കം വരുത്തിയ നിന്നെ ഞാൻ പൂട്ടും, നിന്റെ കാളേജ് ഞാൻ പൂട്ടും. ആശാനെ, 6 മാസത്തിൻ്റെ ഉള്ളിൽ ആശാന്റെ മുതലും പലിശയും ഞാൻ ഇവിടെ കൊണ്ടു തന്നിരിക്കും. ആശാൻ എന്നെ വിശ്വസിക്കാൻ. നിന്റെ കോളേജിലെ കച്ചവടം തരക്കേടില്ല എന്ന് അറിഞ്ഞോണ്ടാ നിനക്കിപ്പം ഞാൻ കായണ്ണി തരണത്. കുഞ്ചേ, കൊടുത്ത നാളെ 1152 മിഥുനം 12.
കിട്ടേണ്ടത് 1152 വൃശ്ചികം 12. സുധാര, ആ ചെക്കൂടെ നീ ഒന്ന് എഴുതി കൊടുത്തേക്ക്. കുഞ്ചോ, ഇതങ്ങ് പണ്ടാരപ്പെട്ടിയിൽ വെച്ചങ്ങ് പോട്ട്. സാറേ നിർത്ത്. എന്താ? ആ ആളെ മനസ്സിലായ? ആരാ? അതാണ് ശശി. ശശി സാറ് വീടുകൾ തോറും കയറി ഇറങ്ങി ട്യൂഷൻ എടുക്കലാണ് മൂപ്പരെ പണി. ഹിന്ദി, ഇംഗ്ലീഷ്, കണക്ക്, സയൻസ് എല്ലാം അടിപൊളിയായിട്ട് എടുക്കും. നമ്മളെ സുന്ദര പണിക്കര് ഒന്ന് ചാടിക്കാൻ നോക്കിയതാ, നടന്നില്ല. ഇവന്റെ ഇംഗ്ലീഷ് എങ്ങനെയുണ്ട്? ഫാന്റാസ്റ്റിക് ആണ്. എന്നാ മുട്ടി നോക്ക് പോ. ഓക്കെ സാറേ, 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 അവിടെ നിൽക്ക് സാറേ. സാറേ, സാറേ, എന്നെ ഒന്ന് 4 ബുക്ക് കവലയിലാക്കി തരുമോ? ഓക്കെ. അവിടെ വിട്ടാ മതി, അതിന്റെ അപ്പുറത്ത്. ആയിക്കോട്ടെ. എന്റെ പൊന്നു സുബ്രഹ്മണ്യ സ്വാമി, എന്റെ മുറ്റത്തുനിന്ന് വിളിച്ചാൽ പോലും സ്വാമിക്ക് എന്നെ വിളി കേൾക്കാം. പിന്നെ എന്തിനാ ദിവസവും ദിവസവും അങ്ങയുടെ തിരുമുമ്പിൽ വരുന്നതെന്ന് അങ്ങക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. പ്ലീസ് ഒരു കൈത്താങ്ങ്. വീട്ടിലെ ചീത്ത കേട്ട് മടുത്തു. എന്തെങ്കിലും ഒരു ജോലി. ടൈപ്പ് റൈറ്റിംഗ് ഒന്നും വേണമെന്നില്ല, കണക്കെഴുത്തായാലും മതി. പിന്നെ കാണിക്കിടാൻ പോലും നയാ പൈസ ഇല്ല. കൈവിടരുത്, ഇതൊരു അപേക്ഷയാണ്. എടി ശകുന്തളേ, നീ തലകുത്തി എന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. ഒന്നും നടക്കാൻ പോകുന്നില്ല. വന്ന് മഴയ്ക്ക് മുമ്പ് നെല്ല് ഉണക്കാൻ നോക്ക്. ഒന്ന് മനസ്സമാധാനിട്ട് പ്രാർത്ഥിക്കാൻ പോലും സമ്മതിക്കില്ല അമ്മ. അമ്മ എന്തിനിങ്ങനെ നടന്ന് ഒച്ച വെക്കുന്നത്? ആ മതി പ്രാർത്ഥിച്ചൊക്കെ. ഓ പിന്നെ തഹസിൽദാർ ഉദ്യോഗം ഉമ്മറപ്പടിയിലേക്ക് കൊണ്ടുവരാൻ പോവാലേ എന്റെ പൊന്നുമോള്. മഴയ്ക്ക് മുമ്പ് ഒന്ന് നെല്ലുണക്കാൻ നോക്ക്. കരിനാക്കെടുത്ത് വളയ്ക്കണ്ട. എംപ്ലോയ്മെന്റിന്റെ ലെറ്റർ ഉടനെ എത്തും, നോക്കിക്കോ. ഓ, കറിക്കരയ്ക്കാൻ തേങ്ങയില്ലാണ്ട് ഇരിക്കായിരുന്നു. ഓ, ഈ അമ്മയുടെ ദാരിദ്ര്യം കേട്ട് കേട്ട് കാത് കഴിച്ചു. പിന്നെ തുക്കടി സാഹിബിന്റെ മോളല്ലേ. അമ്മയ്ക്കിപ്പൊ തൊട്ടിന് പിടിച്ചതിനൊക്കെ എന്റെ അടുത്താ കുറ്റം. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഒന്നും ചെയ്യണ്ടല്ലോ, തീറ്റിയായിട്ടൊക്കെ കൊണ്ടുവരുന്നല്ലേ. പറഞ്ഞാലോ വലിയ കാളിയത്തെ തറവാടാ. അടുപ്പെരിയണമെങ്കിലേ ദേ സുബ്രഹ്മണ്യ സ്വാമി കനിയണം. അമ്മ നല്ല കാലൊക്കെ വരും അമ്മ. എംപ്ലോയ്മെന്റ് തോന്നണോ? കോളടിച്ചല്ലോ. ഇതും പോയാ? ക്ലാസ് ഒക്കെ നന്നായി പോകുന്നുണ്ടല്ലോ ടീച്ചറെ. സാറേ, ശശി സാറ്, കെ ശശീന്ദ്രൻ. നമസ്കാരം സാർ. നമസ്കാരം. കണ്ടിട്ടില്ലെങ്കിലും സാറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. സാർ ഈ ഹരിശ്രീയിലേക്ക് വരുന്നത് ഈ സ്ഥാപനത്തിന്റെ ഒരു ഭാഗ്യമാണ്. ഒരുപാട് നന്ദി സാർ. സ്റ്റുഡൻസ് വളരെ കുറവാണ്, റിസൾട്ട് മോശമാണ്. ചാക്കോ എല്ലാ കാര്യങ്ങളും സാറിൻ്റെ അടുത്ത് പറഞ്ഞു കാണുമല്ലോ. ശശി സാറുടെ കയ്യിലാണ് ഇനിയെല്ലാം. ഇവിടെ കൂടെ നിന്ന് ആ എക്സലൻസ് പണിക്കരുടെ ക്ലാസ് നമുക്ക് പൂട്ടിക്കണം. അത് പിന്നെ പ്രത്യേകം പറയണോ? അതൊക്കെ പൂട്ടി പടമടിക്ക് കൈ തരില്ലേ? അല്ലേ സാറേ? അല്ല, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ, നമ്മളെന്തിനത് പൂട്ടിക്കുന്നത്? ആത്മാർത്ഥമായിട്ട് പണിയെടുത്താൽ വിജയം താനേ നമ്മുടെ കയ്യിൽ വരും. പിന്നെ സാറേ, എൻ്റെ ശമ്പളത്തിന്റെ കാര്യം. ഇവിടെ എല്ലാവർക്കും 60 രൂപയാണ്.
പക്ഷെ സാറിന് വേണ്ടി മാത്രം ഞാൻ 100 രൂപ ആക്കിയിട്ടുണ്ട്. അയ്യോ അത് പറ്റില്ല സാറേ, 200 രൂപയ്ക്ക് കട്ടായം കിട്ടണം. ഏതാണ് സാർ എൻ്റെ ആദ്യത്തെ ക്ലാസ്? 3ാമത്തെ ക്ലാസ്സാ. സൂക്ഷിക്കണം സാറേ, കുഴപ്പക്കാരാ. എന്നാ ശരി. സാറേ 200 ഒരു കൂടുതലേ അല്ല. ഇംഗ്ലീഷ് അല്ലേ, കൊടുക്കേണ്ടി വരും. എൻ്റെ പേര് ശശീന്ദ്രൻ TK. ഞാനാണ് ഇന്ന് മുതൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ. ഇംഗ്ലീഷ് പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണോ? സാറേ ഇംഗ്ലീഷ് എന്നല്ല, ഞങ്ങൾക്ക് ഒന്നും പഠിക്കാൻ ഇഷ്ടമല്ല. പിന്നെ വീട്ടിലെ അച്ചാലമ്പാണ് സാറേ, അതുകൊണ്ടല്ലേ നമ്മളിവിടെ ഒരുങ്ങിട്ടി വരുന്നത് അല്ലടാ. അതെ സാറേ, സാറ് വിചാരിച്ച് ഞങ്ങൾ രക്ഷപ്പെടും. ഞങ്ങൾ മഹാ തല്ലിപ്പൊളികളാണെന്നൊരു കത്ത് സാർ പ്രിൻസിപ്പളിനും കൊടുക്കും. പ്രിൻസിപ്പളെ കത്ത് പുറയിൽ കൊടുത്താൽ ഇനി എന്നും രാവിലെ ഞങ്ങൾ ഇവിടെ ഒന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. പ്ലീസ് സാറേ, പ്ലീസ് സാറേ, പ്ലീസ് സാറേ. എന്താണ് നിന്റെ അച്ഛൻ്റെ പണി? അബൂബക്കർ സാഹിബിന്റെ കളപ്പുരയിൽ നെല്ല് പതിക്കലാണ് ഉപ്പാന്റെ ഉമ്മാന്റെ പണി. നിന്റെയോ? സാറേ എന്നെക്കാളും തല്ലിപ്പൊടിയാണ് എൻ്റെ അച്ഛൻ. സാറേ ഇതാ ഇപ്പൊ കാരമുക്ക് ഷാപ്പിൽ പോയാൽ കാണാം. എന്നാ സഹായിച്ചു കളയാൻ. ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേൾക്കണം. അത് കേൾക്കാൻ പറ്റാത്തവർ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ. ഇറങ്ങിപ്പോകുമ്പോ ഒരു കാര്യം ഓർത്തോ, 10-12 വർഷം കഴിയുമ്പോ നീയൊക്കെ കാരമുക്ക് ഷാപ്പിലോ കളപ്പൂരിലോ കിടന്ന ജീവിതം തൊലഞ്ഞു പോവേ ഉള്ളൂ. എടാ നീയൊക്കെ ചെറുപ്പമാടാ, ബുദ്ധി ഓർക്കാത്ത പ്രായം. 4 ലക്ഷം രൂപ പഠിച്ച തലയിലിരിക്കും. ഞാൻ ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കണ്ട, വേണമെങ്കിൽ മതി. ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചോ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് റോബർട്ട് ഫ്രോസ്റ്റ്. അദ്ദേഹത്തിന്റെ കവിത സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ്. സുധാര സാറേ, കോളേജിൽ പുതിയ സാറ് വന്നോ? Whose woods these are? I think I know. His house is in the village though. He will not see me stopping here to watch his woods fill up with snow. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോന്നറിയില്ല, കവി വുഡ്സ് എന്ന് പറയുന്നത് എന്തിനാണ്? സാറേ, സാറിന്റെ സെലക്ഷൻ സൂപ്പറാ. എന്ത് സൈലന്റ് ആയിട്ടാ കുട്ടികളൊക്കെ ക്ലാസ്സിലിരിക്കുന്നേ. ആദ്യമായിട്ടാണ് ഇത്രയും ഗംഭീരായിട്ടൊരു സാറ് ക്ലാസ് എടുക്കുന്ന കാണുന്നത്. ഇങ്ങനെ ഒരാൾ തന്നെ കണ്ടുപിടിച്ച എന്തായാലും വളരെ നന്നായി. സാറേ ശശി സാർ ഇവിടെ പൊളിക്കും, പൊളിച്ചടുക്കും. ഇതേപോലെ കണക്കും കൂടെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു ടീച്ചറെ കിട്ടിയാ എക്സലന്റ് പൂട്ടും. സുന്ദര പണിക്കരേ തെണ്ടും. നീ ഇങ്ങനെ കുങ്കുമവും വായിച്ച് റേഡിയോയും കേട്ടോണ്ടിരുന്നോ? എംപ്ലോയ്മെന്റിലേക്ക് ഇനി എത്തി നോക്കണ്ട. സഹകരണ ബാങ്കിലെ കണക്കപ്പിള്ളയുടെ ഒരു ഒഴിവുണ്ടെന്ന് ഗോപാലൻ സഖാവ് പറയണ കേട്ടു. നീ ഒന്ന് അപേക്ഷിച്ചേക്ക്. നമ്മൾ എത്ര അപേക്ഷകൾ അയച്ചതാ അമ്മ. പൈസ കൊടുക്കാതെ ജോലി കിട്ടണമെങ്കിൽ ആരുടെങ്കിലും ശുപാർശ കത്ത് വേണം. നമുക്ക് വേണ്ടി പറയാൻ ആരുള്ളതമ്മ? ആരത്? സുധാകരൻ സാറോ? സാറ് വരൂ, അകത്തേക്ക് ഇരിക്കാം. കുഴപ്പമില്ല. സാറെന്താ ഈ വഴിക്ക്? കരയോഗത്തിലെ ചിട്ടി പൈസയുടെ കാര്യത്തിനാണെങ്കിൽ ഇപ്പൊ ഇത്തിരി ബുദ്ധിമുട്ടില്ല. ഒരു 3 മാസത്തിനുള്ളിൽ പൈസ മുഴുവനും തന്നു തീർത്തോളാം. ചേച്ചി, ഞാനിപ്പോ വന്നത് കരയോഗം പ്രസിഡന്റായിട്ടല്ല, ചേച്ചിയുടെ അടുത്ത് വേറൊരു കാര്യം പറയാനാ വന്നത്. ചേച്ചിയുടെ മോള് BSc മാത്സ് പഠിച്ചോണ്ടിരിക്കുക അല്ലേ? ആ, എന്തേ? പഠിപ്പൊക്കെ കഴിഞ്ഞ് കുറേ ആയി. എൻ്റെ ട്യൂട്ടോറിലേക്ക് ഒരു കണക്ക് ടീച്ചറെ വേണം. പറ്റുന്ന ഒരാളെ കിട്ടുന്നില്ലെന്നേ. തപ്പി നടന്നിട്ട് കുറച്ച് നാളായി. മാസം 100 വെച്ച് കൊടുക്കാം. ചേച്ചിക്ക് വിരോധം ഇല്ലെങ്കിൽ ചേച്ചിയുടെ മോളെ ഒന്ന് കോളേജിലേക്ക് അയക്കാമോ? ഐ എം ഷുവർ ഷീ വിൽ ബി ഗുഡ്. മോളെ ശകുന്തളെ, സുധാകരൻ സാറിനൊരു ചായ എടുക്ക.
അല്ലെങ്കിൽ വേണ്ട, ഞാൻ എടുത്തോളാം. നീ ഇവിടെ കുങ്കുമം വായിച്ച് കണ്ണീരൊലിപ്പിച്ചോണ്ടിരുന്നോ? എടി, ദയവായിട്ട് കൊണ്ടുവന്ന അവസരം ഇത്. ഇതെങ്കിലും നീ തട്ടിക്കളയാണ്ടിരുന്നാ മതി. നാരായണ ചെല്ലപ്പണ ചായ കൊടുത്തേ. ആ എടുത്തെടുത്ത് കൊടുത്തു. ആ ഇന്നാ ചെല്ലപ്പൻ്റെ ചായ. നാരായണ ഒരു കാൽ ചായ. ആ വേറെ 5 ദോശ, ഒരു വട, പിന്നെ കുറച്ച് ചമ്മന്തിയും പൊതിഞ്ഞെടുത്തോ. ആ എന്നാ ആ സാറോ? 2 ദോശ, ഒരു ചായ. ആ സാറേ ഇരിക്കും. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇയാൾ ഇതിനകത്ത് കയറ്റരുന്ന്. ആ പറമേ. ഭക്ഷണം എടുക്കാമാ, നേരം വൈകി. മോളെ ശരി, ഞാൻ പോവാട്ടാ. നാരായണേട്ടാ പറ്റി കുറിച്ചോട്ടോ. ഓ മാഷേ. ആ കോളേജ് കാണാം. ഓ ആ ടീച്ചറെ വരുന്നോ? ഇല്ല സാറ് വയ്ക്കോ, ഞാൻ ബസ്സിന് വന്നോളാം. ഓ ശരി. അല്ല സാറേ, ചിലപ്പോ ലേറ്റ് ആവും, ഞാനും കൂടി വന്നേക്കാം. ആയി. ടീച്ചറെ, ടീച്ചർ കലക്ക ലുക്കാണല്ലോ. സാറിനോട് സെറ്റായല്ലേ? തല്ലിപ്പൊളി പഠിക്കാൻ വന്ന പഠിച്ചിട്ട് പോക്കണോ അല്ലേ? വേലിക്ക് പുറത്താ കേട്ടണം. ഒന്ന് പോ സാറേ. ആ ഇത് നമ്മുടെ സാവിത്രിയുടെ മോളല്ലേ പോണേ? Come, sir, come. I'll wrestle with you the strength of love. Look, here I have you. That I let you go and give you to the gods. Explain the situation. കുട്ടിയൊന്ന് പറയൂ. ആ അല്ല, കണക്കിന്റെ ശകുന്തള ടീച്ചറല്ലേ? സുധാര മാഷയുടെ ഓഫീസിലുണ്ട്. വരി. കണക്ക് ടീച്ചറാണ് പുതിയ. ഓ കണക്ക് ടീച്ചർ ഒച്ച ഭയങ്കരല്ലോ. ആ പുതിയ ടീച്ചർ വന്നല്ലേ? ശകുന്തള. ശശി ശകുന്തളയും കൂടെ ഹരിശ്രീ അങ്ങ് രക്ഷിക്കുന്ന സുധാകരൻ സാറിന്റെ വിചാരം. പുതിയ ടീച്ചർ തകർക്കുന്നുണ്ട്, നമുക്കൊന്ന് പോയാലോ? എന്തരടേ പോയി തല വെക്കണോ? നേരാവണ്ണം പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിയണ്ടേ? വേണം. ആ വാ. ക്ലാസ്സിൽ പോടാ. ടീച്ചർ എന്താണ് 2 ലേറ്റ് ആയ? ടീച്ചർ അത് ശകലം താമസിച്ചു പോയി, അതാ ലേറ്റ് ആയത്. ആർക്കൊക്കെ കഴിഞ്ഞ കൊല്ലം പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോന്ന് നോക്കട്ടെ. പയ്യുടെ വില എന്ത് ആർക്കറിയാം? ടീച്ചർ, ഈ ഷമീറിനറിയാം. ഓന്റെ പേരിൽ 4-5 ബൈക്കുകളുള്ളതാ. അതിന്റെ വില ഒന്ന് പറഞ്ഞു കൊടുക്കടാ. അതിപ്പോ പയ്യനെ കാണണം, കണ്ടുപോയിച്ചാ വില പറയാം. നല്ല കറവുള്ളതാണെങ്കിൽ നല്ല വില കിട്ടും. ടീച്ചർ വന്നൊന്ന് കണ്ടിട്ട് ബോധ്യപ്പെട്ടിട്ട് വില പറഞ്ഞാൽ മതി. എന്തായാലും 50 ഉറുപ്പില്ല എന്റെ പാപ്പ പയ്യനും കിടാവനും കൊടുക്കൂല. സൈലൻസ്. മറ്റുള്ള ടീച്ചേഴ്സിനോട് കാണിക്കുന്ന വെളച്ചിൽ എന്റെ അടുത്തടുത്താണ്ടല്ലോ. വിവരം അറിയും രണ്ടും. മേലെ 2 ലേറ്റ് ആയിട്ട് വരുമോ ഇമ്മാതിരി വർത്തമാനം പറയാൻ ചെയ്താണ്ടല്ലോ, അടിച്ച് പുറത്താക്കി കളയാൻ ഞാൻ. എണീക്കടാ, എണീക്കാൻ.
നീട്ടടാ കൈ. നിയമങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധവും കൈ നീട്ടാൻ. അപ്പോൾ മെർക്കലിസ് നിയമങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാകും. വിടടാ. അടിയിന്ന് വിട. ഇരിക്കടാ. നീട്ടടാ കൈ. നിങ്ങളുടെ അറിവിലെ പയ്യല്ല, കണക്കിലെ പൈ. തന്റെ ശക്തിയെല്ലാം ചോർന്നു പോകുന്നതായി ഗണിത ശാസ്ത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥിര വിലയാണ് പൈ. വൃത്തത്തിന്റെ ചുറ്റളവും വിസ്തീർണവും കണക്കാക്കാനാണ് പൈ എന്ന അഭിന്നക സംഖ്യ ഉപയോഗിക്കുന്നത്. എന്റെ പ്രതീക്ഷ ടീച്ചർ കാത്തു. മിടുക്കും തൻ്റെ ഇടവുമുള്ള തന്നെ പോലെ ഒരാളെയാണ് ഞാൻ കാത്തിരുന്നത്. വെൽഡൺ ടീച്ചർ, ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. താങ്ക് യു സാർ. സാറേ, പുത്തനച്ചി പുരപ്പുറം തൂക്കിട്ടോ. അറിഞ്ഞില്ലാന്ന് വേണ്ട. സാറ് നേരത്തെ തുടങ്ങിയില്ലേ? മാഷ് നമ്മളെ കൂട്ടാതെ നല്ല തീറ്റല്ലേ. പിള്ളേരെല്ലാം വലിയ വിളച്ചിലാണല്ലോ ടീച്ചറെ. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. ഓ, നമ്മളിനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവരിനി നന്നാവാനൊന്നും പോകുന്നില്ല. 10ാം ക്ലാസ് 3 തവണ തോറ്റ ബാച്ചാ. എന്തൊക്കെ ഷോ കാണിച്ചാലും ഇനി അവരെ നന്നാവില്ല. എന്തായാലും ടീച്ചർ ചെയ്തത് നന്നായി. മറ്റുള്ളവർക്കൊരു വാർണിംഗ് ആയിരിക്കുമല്ലോ. സാറിന് നെല്ലിക്ക ചമ്മന്തി വേണോ? ഞാൻ ഉണ്ടാക്കിയതാ. എന്നാ സാറേ? വേണ്ട. അതായത് അടിവുറ്റ പ്രജാക്ഷേമ തൽപരനായ കരുത്തനായ പാണ്ഡവ കസേര കൊടുക്കടാ. ഉളുപ്പുണ്ടാടാ നിനക്ക്. എന്താ ചക്രം വാങ്ങിയ സമയത്ത് തിരിച്ചേറി അറിയാടാ എനക്ക്. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. പരമയുടെ കാശ് വാങ്ങിച്ചിട്ടെങ്കിൽ തിരിച്ചു തരും. അതിങ്ങനെ പഠിപ്പിക്കാനോട് ഒന്ന് കച്ചറ ഉണ്ടാക്കരുത്. പഠിപ്പിക്കണോടോ അവന്റെ ഊണ് വെച്ചിട്ട്. നക്കാപ്പിച്ച ചക്രത്തിന് ജീവിക്കണം. നീയൊക്കെ സമയത്തിന് ചക്രം വാങ്ങി തിരിച്ചെന്നില്ലെങ്കിലേ നിന്റെ പള്ളേല് ഞാൻ പരമോശനെ കോളേജിൽ വന്നിട്ട് അലമുട്ടാക്കല്ലേ. ഞാൻ ശശിയെ കൊണ്ട് വന്നോളാം നിങ്ങളുടെ അടുത്തേക്ക്. ഉദാരാ നീ പറഞ്ഞോണ്ട് ഞാൻ ഇപ്പൊ പോണ്. ഇനി ഒരിക്കൽ കൂടെ എനിക്ക് ഈ നട ചവിട്ടേണ്ടി വന്നാ പിഞ്ഞറമ്പ് ഞാൻ കുത്തി പൊട്ടിച്ചോളായി. അശനെ ഞാൻ നോക്കിയോളാം. ഓ വലിയവൻ, എന്തൊരാത്മപ്രശംസയാ.
ടീച്ചർ ഇന്ന് രാത്രി ഇവിടെ? അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാ. സാർ എവിടെ താമസിക്കുന്നതെന്ന് അറിഞ്ഞോണ്ട് ജസ്റ്റ് ഒന്ന് കയറിയതാ. അതിന് ടീച്ചറിന്റെ വീടിനോട് ചേർന്നല്ലേ അമ്പലം? അത് ഇന്ന് പൗർണമിയല്ലേ, എടച്ചിറ അമ്പലത്തിലെ കുംഭം. അപ്പൊ ഒന്ന് കയറിയതാ. എന്താ ഇത്? സാറ് മറത്തൊന്നും പറയരുത്, ഇത് കുറച്ച് കാശാ. ആ പരമുന കൊടുക്കാനില്ലേ, ഇതുകൊണ്ടാവില്ല എന്നറിയാം. എന്നാലും സാറ് സ്വീകരിക്കണം. വേണ്ട ടീച്ചറെ, അത് ഞാൻ വേറെ മാർഗം കണ്ടോളാം. സോറി സർ. അല്ല ടീച്ചറെ, അതിങ്ങ് തന്നേക്ക്. അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു തരാം.